എടാ ബാബുവേ, ബാബുവേ, എടാ ബാബു, ബാബുവേ, എടാ ബാബു, ബാബുവേ. ഒരനക്കോ ഇല്ല. നമ്മൾ ആവശ്യത്തിന് ഒരു കൂട്ടുകാരനെ വിളിക്കുമ്പോൾ അവസ്ഥയാണിത് എനിക്ക്. ഹലോ ഹലോ, മള്ളി കേക്കാവോ? കേക്കാം. വേറെ ശബ്ദം കൂടെ ഞാൻ കേട്ടല്ലോ അതിന്റെ ഇടയ്ക്ക് കൂടെ. വേറൊരു സൗണ്ട് ഇരിക്കുന്നതുകൊണ്ടാണ് എന്റെ സൗണ്ട് കേൾക്കാത്തത്. ബാബു, ആ എനിക്ക് നിന്റെ ഒരു സഹായം വേണം. എന്താണ് എന്റെ മള്ളി? കുട്ടി ബാബു, ഒഴിവാക്കണം. എടാ ഇത്രയൊക്കെ സംസാരിച്ചു തുടങ്ങിയ അവള്. എടാവേ, പിന്നെ നീ ഒന്ന് ഇറങ്ങി വന്നേ. ഒറ്റ മിനിറ്റ്. ഓഹോ, ഭയങ്കര പ്രശ്നമാണ്. പിള്ളേരൊക്കെ നോക്കാൻ ഭയങ്കര പാടാ. നിങ്ങൾ വിചാരിക്കണ പോലല്ല. അതുകൊണ്ടല്ലേ ഞാനിപ്പം പിള്ളേരൊന്നും വേണ്ടാന്ന് വിചാരിച്ചേ. എന്നെ തന്നെ നമുക്ക് മര്യാദയ്ക്ക് നോക്കാൻ പറ്റുന്നില്ല, പിന്നെയാണ് ഇനി ഒരു കൊച്ചിനെയും കൂടെ. വാച്ചു, ഈസ ബേബിയേ, ഈസ ബേബിയേ. തന്തയ്ക്ക് വിളിച്ചാണ് അവളെ. പിന്നെ എടാ മോനെ, അത് ഒറ്റ മിനിറ്റ് ഇത് പറഞ്ഞോ. ഒഴിവാക്കണം. ആരും എന്റെ കൊച്ചിനെയോ? അയ്യോ അല്ല, എലിയെ ഒഴിവാക്കണം. ഓ, എലിയെ ഒഴിവാക്കണം. അത് ഭാര്യ അല്ല, മുരളിയിലല്ലേ? എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. എടാ ഭയങ്കര ആക്ടിവിറ്റി കുറവാണ്, കിട്ടാനേ ഇല്ല, സിറ്റിയിൽ വരുത്തതേ ഇല്ല. ഓ അങ്ങനെ. വല്ലപ്പോഴും ഒക്കെ എപ്പോഴെങ്കിലും എവിടെങ്കിലും ഒക്കെ വരും. വന്നു കഴിഞ്ഞാലും ഭയങ്കര ക്രിഞ്ച്. സത്യം. പന്നിത്തോട്ടം, പടക്ക കച്ചവടം, കച്ചവടം. എനിക്കൊരു ഇമോഷനെ തോന്നുന്നില്ല അവളോട് ഇപ്പം. എപ്പോ വന്നാലും ലൂസ് മോഷനെ പറ്റി വാ തുറന്ന് പറയണ ഒരു പെണ്ണിനോട് എന്ത് ഇമോഷനാണ്. എനിക്കിപ്പോ ആകെ തോന്നുന്നത് കുറച്ച് മോശനാണ്. സത്യം, വന്നു കഴിഞ്ഞാൽ തീട്ടത്തിന്റെ കാര്യം, പന്നിത്തോട്ടത്തിന്റെ കാര്യം, ഇതാണ് പറയണത്. എടാ ബാക്കിയുള്ളവരെ ഒഴിവാക്കിയ പോലെ ഒഴിവാക്കാനും. ഞാനിപ്പോ ഇപ്പം വരാൻ 4ാമത്തെ ദിവസമാണ് ഇപ്പൊ വരുന്നത്. ഈ മാസം 4-5 വട്ടമായി നമ്മളിത് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട്. 4ാമത്തെ RP മറ്റേ ഇതാരെന്ന് തോന്നുന്നു. ഒരു ദിവസം പോലും ഞാൻ കണ്ടില്ല. ഒരു ദിവസം പോലും. കഴിഞ്ഞ 2 മാസവും എല്ലാ ദിവസവും ഉണ്ടായിരുന്നു തോന്നുന്നു. ഇപ്പോഴാണ് വരാത്തത്. ആണോ? ശരിക്കും ആണോ? ഇടയ്ക്ക് എപ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് മുരളി ഇല്ലാത്ത ദിവസങ്ങളില് വേറെ ആൾക്കാരുടെ കൂടെയൊക്കെ. നിനക്ക് എന്ത് സുഖമാണോ കിട്ടണേ? അയ്യോ എനിക്കല്ലല്ലോ, ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഇതിലൊന്നും എനിക്കല്ല സത്യം സുഖം കിട്ടുന്നത്. കണ്ടത് പറഞ്ഞു, അത്രേ ഉള്ളൂ. സുഖം കിട്ടുന്നത് നിനക്കല്ലെന്ന് എനിക്കറിയാം. ബാക്കിയുള്ളവരുടെ കൂടെയാണ് സുഖം കിട്ടുന്നതെന്ന് എനിക്കറിയാം. എടാ പക്ഷെ എനിക്ക് ഒരു സുഖവും കിട്ടണില്ലടാ. സിറ്റിയിലാണെങ്കിൽ ഒരു പെണ്ണുങ്ങളും ഇല്ല. ഇവിടെ ഒരു പെണ്ണുങ്ങളും ഇല്ല സിറ്റിയില്. പെണ്ണുങ്ങളും ഇല്ല. ഓൾറെഡി ഉള്ളിടത്തും സുഖം കിട്ടില്ല. പിന്നെ സുഖം കിട്ടാനുള്ള ഒരേ ഒരു വഴി ചന്ദ്രനാണ്. മുരളി എന്തായാലും കോഹ്ലിയുടെ ആക്കി. ഇനിയും കോഹ്ലിയുടെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ വഴങ്ങണമെന്ന് പറയാം മുരളി. അത് ഉറപ്പാവും നിൽക്കും. അപ്പൊ നിന്നെ കോഹ്ലിയുടെ ആക്കണമെങ്കിൽ വഴങ്ങണമെന്ന് പറഞ്ഞാൽ നീ വഴങ്ങോ? ഇല്ല, ഞാൻ അവനെ വഴക്കി തരും. അവ എനിക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞവനാ. എടാ ഒരെണ്ണം സെറ്റാണ്, പക്ഷെ ഒരെണ്ണത്തിന് മലയാളം അറിയത്തില്ല. അതാരാണ്? കുക്കു. മള്ളി ഞാൻ ഒരു കാര്യം പറയട്ടെ. അപ്പം മലയാളം അറിയാന്നുള്ള കൊച്ചിനോട് കാര്യങ്ങൾ സംസാരിച്ച്, മലയാളം അറിഞ്ഞൂടാത്ത കൊച്ചിനോട് ആവശ്യങ്ങളും സംസാരിക്കുക. എന്തോ മനസ്സിലായില്ല. അല്ലെ, മലയാളം വേണ്ട സ്ഥലത്ത് എലിയെ വിളിച്ച് സംസാരിക്കുക. ബാക്കി മലയാളം അറിയാത്ത കൊച്ചിനോട് സംസാരിക്കാമല്ലോ. എനിക്ക് പിണ്ട് ചാറ്റ് കാണുന്നില്ല. നിങ്ങൾ എന്തോ സിറ്റിയിൽ ബാക്കി ആരും ഇല്ലെന്നാണ് കേട്ടത്. പിന്നെ പുതുതായിട്ട് കുറച്ച് പിള്ളേർ വന്നിട്ടുണ്ട്. രായന്റെ അടുത്തുണ്ട് 2-3 പേര്. എടാ നിന്നെ ഇഷ്ടം എന്ന് പറഞ്ഞൊരു കൊച്ചുണ്ടായിരുന്നല്ലോ, ഇപ്പൊ സിറ്റി വരുന്നില്ല. അത്
ഇല്ല മലയാളി, അതാണല്ലോ ലാസ്റ്റ് ആയിട്ട് ചെയ്ത തെറ്റ്. എടാ പക്ഷെ എനിക്കിപ്പോ വിഷമം തോന്നുന്നടാ, അതിനെ പറഞ്ഞു വിടണ്ടായിരുന്നു. മലയാളി അല്ല മലയാളി, അത് മലയാളിക്ക് വേണ്ടിയാണ് ഞാൻ ഒഴിവാക്കിയത്. ആ ഒഴിവാക്കിയതോടെ സിറ്റിയിൽ നിന്നും പോയി മലയാളി. പോടാ. ആ എടാ എനിക്ക് റിഗ്രറ്റ് അടിക്കുന്നടാ. എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ല മലയാളി, കുഴപ്പമില്ല, ഞാൻ adjust ചെയ്ത് പൊക്കോളാം. എടാ എനിക്ക് റിഗ്രറ്റ് അടിക്കുന്നടാ ബാബു. ആ, എന്ത് ചെയ്യണം ഇപ്പോ? എടാ നിങ്ങൾ പേഴ്സണൽ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കടാ. നീ അവിടെ അയ്യേ, എനിക്കില്ല, സത്യമില്ലേ മലയാളി, ഏത് അർത്ഥത്തിലാ പറയണത്? എടാ കള്ളം, ഇത് കള്ളം കേട്ടോ. വിളിക്കടാ ബാബു. അത് നീ ഇത്രയും ദിവസം ഷോ കാണാം, അത് നമ്മളെ പറ്റി എന്ത് വിചാരിക്കും? നീ വിളിക്ക്. അല്ല മലയാളി, വെളിയിൽ ഇത്രയും മലയാളി സംസാരിച്ച് വരണ്ടെന്ന് പറഞ്ഞത് എനിക്ക് ഇതും കൂടെ മലയാളിക്ക് പറഞ്ഞോടെ? എടാ ഞാൻ വെളിയിൽ സംസാരിച്ചിട്ടില്ല വരണ്ടാന്ന്, എനിക്ക് അതിന് പരിചയം പോലില്ല. നീ അത് അങ്ങനെ കൺവേർട്ട് ചെയ്യണ്ട. നീ ഒരു കാര്യം ചെയ്യ്, കപ്പിളാർപ്പ് ചെയ്യാന്ന് പറ, വരാൻ പറ. ഏത് എനിക്ക് ഇല്ല മലയാളി, ഞാൻ കപ്പിളാർപ്പ് ചെയ്യാനുള്ള മെന്റൽ അല്ല സ്റ്റേജിൽ. നിനക്കല്ലേ, എനിക്ക് ഞാൻ ചെയ്തോളാം, എനിക്ക് പ്രശ്നമില്ല, ഞാൻ മെന്റലി ഓക്കെയാണ്. പിന്നെ എന്നെ മെന്റലാക്കൂല ഇതൊക്കെ. ഇല്ല നീ വിളിച്ച് സംസാരിക്കുക. നീ വേണം നമുക്ക് ക്യാരക്ടറുടെ പേര് മാറ്റാം. അത് വരാൻ പറ വിളിക്കാറുണ്ട് എന്തായാലും. അല്ലേ, ഞാൻ സിറ്റിക്ക് അതുകൊണ്ട് മാത്രമേ മലയാളിക്ക് ഈ പണി എടുക്കത്തുള്ളൂ. പുറത്ത് വേണ്ട, പുറത്ത് എനിക്കും ഒരു ഭാര്യയൊക്കെ ഉണ്ടല്ലോ. ഒന്നല്ലേ ഉള്ളൂ എന്നൊരു തോട്ടുണ്ട് മലയാളിക്ക്. അങ്ങനില്ല, അങ്ങനെ എന്തായാലും ഇല്ല. എന്തായാലും സെറ്റാക്കാം. അറിഞ്ഞു വരുമായിരിക്കും. വരട്ടെ, കാണുന്നുണ്ടെങ്കിലേ എപ്പോഴെങ്കിലും വന്നാലോ. എടാ വന്നാ ഞാൻ സെറ്റാക്കാം കേട്ടാ ബാബു. എന്താ വന്ന ഞാൻ സെറ്റ് ചെയ്യാം. എന്താ ഞാൻ സെറ്റാക്കുമെന്ന് വന്ന മലയാളിയുടെ തൊഴിലാളിയുടെ ഗേൾ ഫ്രണ്ട് ആയിരുന്ന കൊച്ചു മലയാളിയുടെ ഭാര്യ. അത് നാളെ അത് അങ്ങനെ തന്നെ കാണാൻ പറ്റുന്ന ഉറപ്പില്ല മലയാളി. എനിക്ക് കുഴപ്പമില്ല, അങ്ങനെയാണെ മാറ്റാം. എന്നല്ലേ അതെ, ഒരു ബുദ്ധിമുട്ടാവും എനിക്കും ആ കൊച്ചിനും എല്ലാം. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവല്ലോ, ഒരു ബുദ്ധിമുട്ടും. മലയാളി സെറ്റ് ആയിക്കോ. ഞാൻ ഓക്കെയാണ്, എനിക്ക് ഓക്കെയാണ്. ഞാൻ സിറ്റി വരത്തില്ലെന്ന് നന്നായിട്ട് അറിയാം. അതാവുമ്പോ നിന്റെ കൂടെ ഫുൾ ടൈം ഉണ്ടാവും. ഓ, ഞാൻ പണ്ട് കീരിയുടെ കേസ് പറഞ്ഞ പോലെ. നിമ്മക്കുട്ടി, എന്റെ അമ്മ. പുതിയ പിള്ളേരെ വെച്ച് വാലറന്റ് കളിച്ചാലോ? പോടാ അവിടുന്ന്. ഇപ്പൊ വാലറന്റിലോട്ട് തിരിച്ചു കയറണ ഇല്ല. നമുക്കേ മലയാളിക്ക് ഈ പെണ്ണ് വാഴാത്തതിനൊരു പ്രശ്നം വെപ്പിക്കണം കേട്ടോ. സത്യം വിടാ, നമ്മുടെ കുടുംബത്തിൽ എന്താണ് പെണ്ണ് വാഴാത്തെ? നമ്മുടെ കുടുംബത്തിലല്ല, മലയാളിയുടെ കൂടെ വാഴുന്നില്ല. ബാക്കി കുടുംബത്തിലെല്ലാവർക്കും വാഴുന്നുണ്ട്, വഴങ്ങുന്നുണ്ട്. സത്യമാണല്ലേ? അതെ മലയാളി, ഇത് എന്റെ അഭിപ്രായത്തിൽ മലയാളി നമുക്ക് ഏതെങ്കിലും ഒരു സ്വാമിയെ കൊണ്ട് പ്രശ്നം വെപ്പിച്ചാലോ? സ്വാമിയെ കൊണ്ട് പ്രശ്നം വെപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. അതെന്താ മലയാളി, നമുക്കെങ്കിൽ വല്ല ഹോസ്പിറ്റലിൽ കാണിച്ചു തരുമോ മലയാളി? സാമാനമില്ലേ? അല്ല മലയാളി, മെന്റലി ഓക്കെ അല്ലെങ്കിൽ ഇതിനെ? ഞാൻ മെന്റലി ഒക്കെ ഓക്കെയാണ്, ഫിസിക്കലി ഓക്കെയാണ്, പക്ഷെ പെണ്ണ് മാത്രം കിട്ടണില്ല. അതെന്താ മലയാളി, മലയാളി മെന്റലി ഫിസിക്കലി ഓക്കെ ആയിട്ടും പെണ്ണ് ഓക്കെ ആവട്ടെ? മെന്നിയാണ് ചോദിച്ചത്, മെന്നിയാണോ ചോദിച്ചത്? മെന്റലും ആണ് ഫിസിക്കലും ഇല്ലാത്തവന്മാരൊക്കെ പെണ്ണെ കൊണ്ട് കിടക്കണേ. മെന്നിയാണോ ചോദിച്ചേ? ഞാൻ കണ്ടില്ല, ഞാൻ വേറെ റാൻഡോ ആരോ ആണെന്ന് വിചാരിച്ചേ. മെന്നി എന്തായാലും ഞാൻ ഇതിനൊരു പൊല്യൂഷൻ കണ്ടുപിടിച്ചു തരാം മള്ളി. ഇതിനൊരു പൊല്യൂഷൻ ഞാൻ കണ്ടുപിടിക്കും. മള്ളി ഒന്ന് കൂടെ വന്നാ മതി. പൊല്യൂഷനാ? ആ അല്ല, കണ്ടുപിടിച്ച ഞാൻ കണ്ടുപിടിക്കും. അത് ഞാൻ കണ്ടുപിടിക്കും മള്ളി. ക്യൂട്ടി പൈ അവളിവിടെ ഉണ്ടോ? അപ്പം നമ്പൂതിരിയെ വിളിച്ചാലോ? അപ്പം നമ്പൂതിരിയുടെ ഞാൻ ഒരു കാര്യം പറഞ്ഞ പോട്ടാ. ഇനി കോഴിയുടെ പുറകെ പോയിട്ട് എന്ന് വരും? ഇല്ല, ഞാൻ ഒന്നര വിട്ട് കാണും അല്ലേ? വന്നാ മതി. ചിലവന്മാര് പറഞ്ഞിട്ട് ഒരു പോക്കങ്ങ് പോവും, അതാണ് ഇഷ്ടമല്ലാത്ത. വന്നാ മതി. അതെ അങ്ങനത്തെ അച്ചികളെ കാണുന്നത് തന്നെ കല്യാണം എനിക്കിപ്പോ. സത്യം, ഒരു മഴ പെയ്താ മതി കാരണം പറയാൻ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിന്നോട്, മറ്റേ പ്രോപ്സ് ഇവിടെ കേറ്റാൻ പറ്റുമോ? അവാർഡ് ഷോ നടത്താൻ പറ്റുമോ? അവാർഡ് ഷോ നടത്തണല്ലേ പറയും പോലെ? ഹലോ, അവാർഡ് ഷോ നടത്താൻ ഇവിടെ എന്താ? ഹലോ, റിക്രൂട്ട്മെന്റ് കഴിഞ്ഞു ബ്രോ. ഹലോ, നിന്റെ കൂടെ വേറെത്തോ ഉണ്ടായിരുന്നല്ലോ?
ഹലോ ഹലോ ബ്രോ കൊണ്ടാ 30 സെക്കൻഡ് ഡിലേ